ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, ടാഗ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ടിക്ടോക്ക് എവിടെ വീഡിയോ ഇടാണെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് വൈറലാവാനുള്ള ചാൻസ് 80% വരെ കുറയാണ്. ചില ഇൻസ്റ്റഗ്രാം റീലൊക്കെ കാണാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ഒരു ടൈറ്റിലും കൊടുത്തിട്ട് കുറച്ച് അടിയിലോട്ട് കുറച്ച് കുത്തുവിട്ടതിന് ശേഷം കുറച്ചൊരു 10-15 ഹാഷ്ടാഗ് കൊണ്ട് വാരി വെതറിയിട്ടു. അതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള 8 ഹാഷ്ടാഗ് മാത്രമേ നിങ്ങളുടെ വീഡിയോസിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹാഷ്ടാഗ് ഇട്ടുകൊണ്ട് മാത്രം നിങ്ങളുടെ വീഡിയോസ് വൈറലാവും ഞാൻ പറയുന്നില്ല. ഹാഷ്ടാഗ് നിങ്ങളുടെ വീഡിയോസ് എന്താണെന്ന് ഇൻസ്റ്റഗ്രാം ആൽഗോരിതത്തിനോ അല്ലെങ്കിൽ വേറെ ഏതൊരു സോഷ്യൽ മീഡിയ ആൽഗോരിതത്തിനോ മനസ്സിലാവാനുള്ള ചെറിയൊരു ഹിന്റ് മാത്രമാണ്. ബാക്കി ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും കൂടി നിങ്ങൾ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് വൈറലാവാനുള്ള ചാൻസ് 80% വരെ കൂടുകയാണ്. അത് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ 80% വരെ നിങ്ങളുടെ വീഡിയോസ് വൈറലാവാനുള്ള ചാൻസ് കുറയുകയാണ്. ഈ കാര്യം ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് നിങ്ങളോട് പറയുന്നത്. എൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഏതെങ്കിലും 2-3 വീഡിയോസിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡിസ്ക്രിപ്ഷനും 8 ഹാഷ്ടാഗും ഇല്ലാത്തത് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ പേജ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് ഈ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, ടാഗ് ഒക്കെ എങ്ങനെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ നോക്കുക. ഇതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിലുള്ള ഒരു കിടില ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിലൊക്കെ ആവശ്യമായിട്ടുള്ള ട്രെൻഡിംഗ് ആയിട്ടുള്ള ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ്, അതുപോലെ തന്നെ ഹാഷ്ടാഗ്സ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാന്ന് പറയുന്നതിന് മുന്നേ ഇതുപോലത്തെ കിടിലം കണ്ടന്റിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കുക. അടുത്തായിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടന്റാണ് വേണമെന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അതിൽ വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ആക്കുക, ഇത് വെച്ചിട്ട് ഇൻസ്റ്റഗ്രാം, യൂട്യൂബിലൊക്കെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഹാഷ്ടാഗ്, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിലും ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. എല്ലാ ഡയറക്റ്റ് ലിങ്ക് ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് API കീ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഈ ഗെറ്റ് API കീ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ക്രോം പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് API കീ എന്നൊരു ബട്ടൺ. ആ നീല ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ സെർച്ച് ബാറിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും Gemini API എന്നൊരു സംഭവം ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ അത് API കീ ജനറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും API കീ നമ്മളിത് ജനറേറ്റ് ആയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് ജെമിനൈയുടെ API കീ ആണ്. അപ്പോൾ അത്രയും പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് നല്ല ഡിസ്ക്രിപ്ഷനും നല്ല ടൈറ്റിലും ഒക്കെ കിട്ടുന്നതാണ്. ഈ ജെമിനൈ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ, ഈ ജെമിനൈ എന്ന് വെച്ചാൽ ഗൂഗിളിന്റെ തന്നെ ഒരു നമ്മുടെ ChatGPT ഒക്കെ ഇല്ല, അതുപോലത്തെ ഒരു സാധനമാണ് ഈ ജെമിനൈ എന്ന് പറഞ്ഞാൽ. ഗൂഗിളിന്റെ തന്നെ ഒരു ചാറ്റ് ബോട്ട് പോലത്തെ ഒരു സംഭവമാണ്. ഇനി നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ ഈ സാധനം കോപ്പി, ഈ API കീ കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷനിലോട്ട് തന്നെ വരിക. ഒറ്റയ്ക്ക് ആപ്ലിക്കേഷനിലോട്ട് തന്നെ നിങ്ങൾ തിരിച്ചു പോവുക. നിങ്ങൾ ബാക്ക് അടിച്ചാൽ മതി, ഞാൻ ഇപ്പോൾ മാറിപ്പോയതാണ്. നിങ്ങൾ ആപ്ലിക്കേഷനോട്ട് തന്നെ തിരിച്ച് ബാക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതവിടെ API കീ എൻ്റർ ചെയ്യാനുള്ള ബോക്സ് കണ്ടോ. ഈ API കീ എൻ്റർ ചെയ്യാനുള്ള ബോക്സിൽ അടിച്ചതിന് ശേഷം ആ API അവിടെ നിന്ന് കോപ്പി ചെയ്ത സാധനം ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. ഒരു സെക്കൻഡ് ഇതാകണ്ട, നമ്മളുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇഷ്ടംപോലെ ടൂൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാമിനുള്ളത്, യൂട്യൂബിനുള്ളത്, പിന്നെ ബ്ലോഗ് ജനറേറ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ കുറേ ടൂളുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയനെ പറ്റിയാണ്. അതുകൊണ്ട് ഇൻസ്റ്റേൻ്റെത് യൂട്യൂബിൻ്റെ ഒന്ന് ഞാൻ അതിൽ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ ഒരു വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, നമ്മൾ അതും ചെയ്യുന്നതാണ്. ഇതിൽ കുറേ ടൂൾസ് വേറെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഫസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ കറക്റ്റ് ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും ടാഗും ഒക്കെ എങ്ങനെ എഴുതാൻ നോക്കാം. ഇൻസ്റ്റഗ്രാമിൽ ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിലും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐക്കണിലാണ് ക്ലിക്ക് ചെയ്തതിനു ശേഷം എന്താണോ നിങ്ങളുടെ ടോപ്പിക്, ആ ടോപ്പിക് ഇവിടെ കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ ഡിസ്ക്രിപ്ഷൻ്റെയും ടൈറ്റിലിൻ്റെയൊക്കെ, ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എങ്ങനെ ആ ഒരു ടോപ്പിക് ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് ഞാൻ എഴുതാൻ പോകുന്നത് എന്താ വെച്ചാൽ നോർമലി ഇമ്പോർട്ടൻസ് ഓഫ് എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ, ക്യാപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ കൊടുത്തു. എന്താണോ നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ കുക്കിംഗ് റിലേറ്റഡ് ആണെങ്കിൽ ആ സംഭവം ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കുക. ചെറുതായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഇംഗ്ലീഷിൽ എങ്ങനെയാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. അതിനുശേഷം കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും. പ്രൊഫഷണൽ വേണോ ടോൺ വേണോ. നിങ്ങൾ പ്രൊഫഷണൽ തന്നെ സെറ്റ് ചെയ്യുക, കാരണം അതായിരിക്കും ഏറ്റവും നന്നാവുക. നിങ്ങൾ പ്രൊഫഷണൽ തന്നെ അതിൽ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് നിന്നോട്ടെ, അതിലൊന്നും കളിക്കണ്ട. പ്രൊഫഷണലായിട്ടായിരിക്കും കിടക്കുന്നത്, അവിടെ തന്നെ നിന്നോട്ടെ, അതിലൊന്നും ചെയ്യണ്ട. പിന്നെ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ടോണ് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഫണ്ണി ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വേണോ അങ്ങനത്തെ ഒക്കെ ഞാൻ ഒരു ജനറൽ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തതിന് ശേഷം എന്താ പറയുക, കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഹാഷ്ടാഗ് നിങ്ങൾക്ക് എന്തെങ്കിലും നിർബന്ധം ഉണ്ടോ, അതായത് ഹാഷ്ടാഗ് നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ എന്നിട്ട് ജനറേറ്റ് കൊടുത്ത് എന്നിട്ട് ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഒരു 5 സെക്കൻഡിനുള്ളിൽ തന്നെ നല്ല കിടിലൻ ക്യാപ്ഷൻസും ടൈറ്റിൽസും ഒക്കെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല കിടിലൻ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് ക്യാപ്ഷനാണ്.
അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും, അതുപോലെ തന്നെ സജസ്റ്റഡ് ഹാഷ്ടാഗ്. പിന്നെ ഹാഷ്ടാഗ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ 8 ഹാഷ്ടാഗ് മാത്രം യൂസ് ചെയ്യുക. 8 കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, അത് ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ആൽഗോരിതത്തിന് മനസ്സിലാവില്ല, അത് ക്രാഷ് ആയി പോകും പറഞ്ഞാൽ അത് കറക്റ്റ് ഇൻസ്റ്റഗ്രാമിൻ്റെ ആൽഗോരിതത്തിന് മനസ്സിലാവില്ല നിങ്ങൾ എന്താണ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന്. അപ്പോൾ 8 ഹാഷ്ടാഗ്, അതും നിങ്ങളുടെ ഇപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് റെലവൻ്റ് ആയിട്ടുള്ള 8 ഹാഷ്ടാഗ്, ഇപ്പോൾ കുക്കിംഗ്, ഫുഡ്, ബ്ലോഗ്, അങ്ങനത്തെ സാധനം മാത്രം കൊടുക്കുക. അല്ലാണ്ട് വെറുതെ ഇൻസ്റ്റഗ്രാം, വൈറൽ അങ്ങനത്തെ സാധനം ഒന്നും കൊടുക്കാണ്ടിരിക്കുക. ജസ്റ്റ് നിങ്ങളുടെ വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള 8 ഹാഷ്ടാഗ് മാത്രം കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല സിമ്പിളായിട്ട് നല്ല കിടിലം വൈറലായിട്ടുള്ള ഹാഷ്ടാഗും അതുപോലെ തന്നെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ നിങ്ങൾക്ക് സെക്കൻഡ്സുകൾക്കുള്ളിൽ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ യൂട്യൂബിലേക്ക് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഇതിവിടെ നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുത്താൽ മതി. നമുക്ക് യൂട്യൂബിലേക്ക് എങ്ങനെ ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ബാക്ക് അടിച്ചതിന് ശേഷം യൂട്യൂബിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ആക്കുക. യൂട്യൂബ് ടൂൾസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആക്കിയാൽ മതി. യൂട്യൂബ് ടൂൾസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഒന്ന് ക്ലിക്ക് ആക്കിയാൽ മതി. ഇവിടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പോലെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഫില്ല് ചെയ്ത പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഫസ്റ്റ് ഈ ടോപ്പിക് വീഡിയോയുടെ ടോപ്പിക് എന്തായാലും കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് തന്നെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ യൂട്യൂബിൽ ഇടുമ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ആയിരിക്കും, ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിലും ഒക്കെ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഞാനിവിടെ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ടാഗ്, ടൈറ്റിൽ, എന്താ പറയുക, ഇമ്പോർട്ടൻസ് ഓഫ് SEO എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു ടോപ്പിക് കൊടുക്കും ഇവിടെ ഫസ്റ്റ്. അതിനുശേഷം ഇവിടെ അടിയിൽ നിങ്ങൾ ടാർഗറ്റഡ് ഓഡിയൻസ്, ഇപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ത് കൊടുക്കും, അതായത് ന്യൂ യൂട്യൂബേഴ്സ്, അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടാർഗറ്റഡ് ഓഡിയൻസ്, ഈ വീഡിയോ എത്തേണ്ട ആൾക്കാരുണ്ടാവല്ലോ, അങ്ങനെ അവരുടെ ഒരു ചെറിയൊരു സാധനം കൊടുക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് വെച്ചാൽ ടെക്കി ആയിട്ടുള്ള, അതായത് ഈ യൂട്യൂബും സോഷ്യൽ മീഡിയസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കുക. സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ന്യൂ യൂട്യൂബേഴ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കുക. ഇനി അടുത്താണ് ടാർഗറ്റഡ് കീവേഡ്സ്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ കേസ് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ടാർഗറ്റഡ് കീവേഡ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ എന്താ പറയുക, ടൈറ്റിലും കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് അതിന് ടാർഗറ്റഡ് ആയിട്ട് കീവേഡ്സ് ഉണ്ടാവും. അതായത് SEO, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, ടാഗ്, പിന്നെന്താ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ഹാഷ്ടാഗ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതപ്പോൾ നിങ്ങൾ ഫുഡിൻ്റെതാണെങ്കിൽ ഫുഡ് ബ്ലോഗ്, എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ടാർഗറ്റഡ് കീവേഡ്സ്, അതായത് ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സാധനം ഉണ്ടല്ലോ, കീവേഡ്സ്, അങ്ങനത്തെ ഒരു സംഭവമാണിത്. അത് അവിടെ കൊടുക്കുക. നിങ്ങളുടെ എന്ത് കണ്ടന്റ് ആണോ ആ തരത്തിലുള്ള കീവേഡ്സ് അവിടെ കൊടുക്കുക. ഇതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഞാൻ ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ടോപ്പിക്, അതുപോലെ തന്നെ എന്താ പറയുക, ടാർഗറ്റഡ് ഓഡിയൻസ്, പിന്നെ അത് അവിടെ ടാർഗറ്റഡ് കീവേഡ്സ്, അതായത് വീഡിയോയുടെ കീവേഡ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ എന്ത് തരത്തിലുള്ള വീഡിയോ ആണ് ടോപ്പിക്, നിങ്ങളുടെ വീഡിയോ ടോപ്പിക് എന്താണോ അത് ഇവിടെ കൊടുക്കുക. ഇതിൽ എല്ലാ തരത്തിലുള്ള ടോപ്പിക്സും ഉണ്ട്. ഇപ്പം എൻ്റെ ഈ വീഡിയോ പറയുകയാണെങ്കിൽ ഞാനതൊരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് പോലെയാണല്ലോ ചെയ്യുന്നത്. നിങ്ങളുടെ ഇവിടെ ഏകദേശം എല്ലാ കണ്ടന്റ്സും ഉണ്ട്, ഇവിടെ ന്യൂസ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കണ്ടന്റ് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെത് എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആണ്. അപ്പോൾ അത് എടുക്കുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നിന്നൊന്നും ചെയ്യേണ്ട, അതൊക്കെ കടന്നോട്ടെ. കോൾ ടു ആക്ഷൻ അതൊക്കെ ഇനേബിൾഡ് ആയി കിടന്നോട്ടെ. അതുപോലെ നിങ്ങൾക്ക് തംബ്നെയിൽ ഐഡിയാസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസിൻ്റെ തംബ്നെയിൽ ഐഡിയാസ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഇനേബിൾഡ് ചെയ്തിട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ആക്കുക. അപ്പോൾ എനിക്ക് തംബ്നെയിൽ ഐഡിയാസ് വേണ്ട, അതുകൊണ്ട് അത് ഓഫ് ആക്കുകയാണ്. നിങ്ങൾക്ക് തംബ്നെയിൽ ഐഡിയാസും കൂടി ആപ്ലിക്കേഷൻ ജനറേറ്റ് ചെയ്ത് തരും. അതായത് ഐഡിയാസ് നിങ്ങൾക്ക് അത് വെച്ചിട്ട് തംബ്നെയിൽ എഡിറ്റ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ആക്കാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തൽക്കാലം ഓഫ് ആക്കി വെച്ചിരിക്കണമെങ്കിൽ തംബ്നെയിൽ ഐഡിയാസ് വേണ്ട. അതിനുശേഷം നിങ്ങളുടെ കാണാൻ പറ്റും ഇവിടെ ജനറേറ്റ് ക്യാപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ആക്കുക. ഒരു 5 സെക്കൻഡിനുള്ളിൽ തന്നെ നല്ല വൈറലായിട്ടുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും ഹാഷ്ടാഗും ടാഗും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന നല്ല കിഡിലായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിലും കാര്യങ്ങളും, അതിന് കുറേ ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 3 ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് ടൈറ്റിലിനായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ട് അത് എടുക്കാൻ പറ്റുന്നത്, കോപ്പി ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അവിടെ ടൈറ്റിലിൽ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇത് മൊത്തം നിങ്ങൾക്ക് നല്ല SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള വൈറലാവാൻ ചാൻസ് ഉള്ള എന്താ പറയുക ടൈറ്റിലാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള ടാഗും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലും ടാഗ് സെക്ഷനിലും കൊടുക്കാൻ പറ്റും. അതുപോലെ കിഡിലായിട്ടുള്ള SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ് ഇത് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ യൂട്യൂബ് വീഡിയോക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യാൻ പറ്റുന്നുണ്ട്. കോപ്പി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി നിങ്ങളുടെ പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യം തന്നിട്ട് ഹാഷ്ടാഗ് ഒക്കെ അവിടെ ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ആക്കണമെന്നും കറക്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും ടാഗും ഹാഷ്ടാഗും ഒക്കെ എങ്ങനെ എടുക്കാമെന്ന് എത്ര എടുക്കണം എന്നൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷനിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ആകെ 2 ടൂൾസ് ആണ് പറഞ്ഞു തന്നിട്ടില്ല. ഇഷ്ടം പോലെ ടൂൾസ് ഇനി ഇതിലും കിടക്കുന്നുണ്ട്. അപ്പോൾ ഡെഡിക്കേറ്റഡ് ഈ ആപ്ലിക്കേഷനെ മാത്രമായിട്ട് ഒരു വീഡിയോ വേണമെന്നതിൽ പറഞ്ഞാൽ മതി, അത് നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ഇട്ടാൽ മാത്രം മതി. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന് റിപ്ലൈ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.